തന്നെ വർഗീയവാദിയാക്കാൻ ചിലർ ശ്രമിക്കുകയാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മുസ്ലിം ലീഗുകാർ തന്നെ മുസ്ലിം വിരോധിയായി കണ്ട് വേട്ടയാടാൻ ശ്രമിക്കുന്നു. മാത്രവുമല്ല, തന്നെ ഒരു ജാതിയുടെ ഭാഗമായി ചിത്രീകരിക്കുകയാണെന്നും വെള്ളാപ്പള്ളി ആരോപിച്ചു. ശ്രീനാരായണ പ്രസ്ഥാനം ഒരു മതത്തിനും എതിരല്ല, ഒരു മതത്തിൻ്റെ വിശ്വാസത്തെ എതിർക്കുന്നവരല്ല. ഞങ്ങളുടെ വിശ്വാസം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ രാജ്യമില്ലെന്ന് ഞങ്ങളാരും പറയാറില്ല. ഞങ്ങളുടെ വിശ്വാസം എല്ലാവരും അടിച്ചേൽപ്പിക്കാൻ ഞങ്ങളാരും ശ്രമിക്കാറില്ല. ഓരോരുത്തരും അവരവരുടെ വിശ്വാസത്തിൽ പോകുന്നു. പക്ഷേ ഇതെല്ലാം പോകുന്ന അങ്ങനെ എന്നും സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുന്ന ആ പ്രസ്ഥാനമാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ഞങ്ങളാരും ഒരു ജാതിക്കും എതിരില്ല. ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന എന്നെ ഒരു ജാതിയുടെ, പ്രത്യേകിച്ചും ഒരു മുസ്ലിം വിരോധിയായിട്ട് കണ്ടുകൊണ്ട് എന്നെ വേട്ടയാടാൻ കൊണ്ടിരിക്കുന്നു ലീഗുകാർ. വേറെ മുസ്ലിങ്ങളിൽ പെട്ട് വരാരുമില്ല, ലീഗുകാർ. മുസ്ലിങ്ങളിൽ എത്രയോ നല്ല ആളുകൾ കിടക്കുന്നു. നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നത്, SNDP യോഗത്തിൻ്റെ കണക്ക് ആഡിറ്റ് ചെയ്യുന്ന ആരാണ്? മുസ്ലിമാണ്. ഞങ്ങളുടെ കേസ് മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആരാണ്? മുസ്ലിമാണ്. നിസാർ. സിൻഡിക്കേറ്റ് പറഞ്ഞത് ഞങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന സിൻഡിക്കേറ്റ് കോഴിക്കോട് SNDP യോഗത്തിൻ്റെ മുഴുവൻ വോട്ട് കൊടുത്ത് ബാക്കി ഒരൊറ്റ മതസ്ഥർക്കും കൊടുക്കാതെ ഞങ്ങൾ കോഴിക്കോട്ട് മുസ്ലിമുണ്ട്, റഹീം. ആ റഹീമിന് മുഴുവൻ വോട്ട് ഞങ്ങളുടെ ആൾ കൊടുത്തു, ഒരു മുസ്ലിം കൊടുത്തില്ല. ആ പാട്ട് ഞങ്ങൾ വോട്ട് കൊടുത്ത്, ഞങ്ങളുടെ ഇരിക്കുന്ന 18 വോട്ട് കൊടുത്താണ് അയാളെ ജയിപ്പിച്ച് എടുത്തത്. അപ്പോൾ ആ ആളുകളാണ് ഞാൻ എന്നെയാണ് വിരോധിയാകും. കാരണമുണ്ട്, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഞങ്ങളൊന്നിച്ച് പിന്നോക്ക സമുദായ മുന്നണിയെന്നും അതുകൊണ്ട് സംവരണ സമുദായ മുന്നണിയെന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തെ ഇറങ്ങിക്കൊണ്ട് ഇവിടെ ഭരണത്തിൽ വരാൻ വേണ്ടി ഞങ്ങൾക്ക് എവിടെയെല്ലാം സമരമാണ് ഞങ്ങൾ എത്തിയത്. അതിനെല്ലാം മുൻപ് നടത്തിയതും പണം മുടക്കിയതിൻ്റെ മഹാഭൂരിപക്ഷം ഞാനാണ്. സെക്രട്ടേറിയറ്റ് മാർച്ച്, ഹൈക്കോടതി മാർച്ച്, അതുപോലെ ഡൽഹി മാർച്ച്, ഇങ്ങനെ മാർച്ച് നടത്താനുള്ള ഇല്ലാത്ത സ്ഥലങ്ങളില്ല. ഇതെല്ലാം ഞങ്ങൾ ആളും അർത്ഥവും കൊണ്ടുവന്ന് മുടക്കിയ ശേഷം അവരെല്ലാം നാമമാത്രമായി നിൽക്കും. ലീഗിൻ്റെ മുൻനിരയിലുള്ള ആരും വരികയില്ല. ഒരു മൂന്നാം ഘടകയിലുള്ള ചില ആളുകളെ മാത്രം ഞങ്ങളുടെ കൂടെ ലീഗിൻ്റെ പ്രാതിനിധ്യത്തിന് വന്ന് സമരമെല്ലാം നടത്തി. അതേസമയം ഭരണത്തിൽ വന്നതിന് ശേഷം ഞാൻ ചോദിച്ചു, സുഹൃത്തെ, ഞങ്ങൾക്ക് ഒരു നീതി ലഭിച്ചിട്ടില്ലല്ലോ, അത് മാറി പുതിയ ആൾ വരുമ്പോൾ നമ്മൾ വരുമ്പോൾ ഞങ്ങളെല്ലാം പരിഗണിക്കാവുന്നല്ലേ പറഞ്ഞത്. നിങ്ങൾ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്തി നിങ്ങളേതായ സമുദായത്തിൻ്റെ കുറവ് പരിഹരിക്കാൻ നിങ്ങൾ തയ്യാറായില്ലേ? അതേസമയത്ത് ഞങ്ങൾക്കുണ്ടായിരുന്നല്ലോ നരേന്ദ്രൻ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ കുറവുണ്ടായിരുന്നല്ലോ, അത് പരിഹരിക്കാൻ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന കാര്യം നിങ്ങൾ എന്താ പറയാത്തത്? അപ്പോൾ അധികാരത്തിൽ കയറിയ ശേഷം നിങ്ങൾക്കുള്ള മുസ്ലിങ്ങൾക്കുള്ള കുറവ് പരിഹരിക്കാൻ ഗവൺമെൻറ്റിന് ഉത്തരവിറക്കി സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്തിയപ്പോൾ ഈഴവ സമുദായത്തിൽ ഉൾപ്പെടെയുള്ള പിന്നോക്ക സമുദായങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ, അവരുടെ കുറവും നരേന്ദ്ര കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പോൾ അതിനൊന്നും ഉത്തരമില്ല. മാത്രമല്ല, വിദ്യാഭ്യാസ സ്ഥാപനം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ശങ്കർ സാറിന് ശേഷം ഞങ്ങൾക്ക് എന്ത് കിട്ടി? 60 കൊല്ലത്തിന് മേലായില്ലേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഞാൻ സ്കൂളിതാ, കോളേജിതാ, മലപ്പുറത്തൊന്നുമില്ലല്ലോ, വയനാടൊന്നുമില്ലല്ലോ, കാസർഗോഡൊന്നുമില്ലല്ലോ, 3 ജില്ല, മലബാർ പ്രദേശം ഒരൊന്നുമില്ല, ഒരു കുടിപ്പണൽ കുഴപ്പമില്ല. ഈ നോക്കാൻ പാർക്കലാമെന്ന് പറഞ്ഞുകൊണ്ട് നടന്നല്ലാതെ അതിന് ശേഷം ആലുവ മണപ്പുറത്ത് പോലും കണ്ട ഭാവിയില്ലെന്ന് മാത്രമല്ല, അധികാരത്തിൽ ഇരുന്നുകൊണ്ട് പിന്നെ അവരുടെ വകുപ്പ് അവരുടെ സമുദായത്തിൻ്റെ വകുപ്പായി കണ്ടുകൊണ്ട് എല്ലാം ഒപ്പിട്ടെടുത്ത്. ഈ മതേതരത്വം ജനാധിപത്യം പറയുന്ന ലീഗ് അധികാരത്തിൽ വരുമ്പോൾ നിങ്ങളൊന്നും അറിയാമല്ലോ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയല്ലേ? ആ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇവിടുത്തെ ജനാധിപത്യത്തെ തകർത്തവരല്ലേ ഇവർ? മലപ്പുറത്ത് പ്രഖ്യാപിച്ചില്ല അവരുടെ മന്ത്രിമാരും വകുപ്പും. ഈ കോൺഗ്രസ്സുകാർക്ക് വല്ലതും ചെയ്യാനെത്തോ? ഏറാമൂന്ന് മാത്രമല്ല ചെയ്തത്. അപ്പം ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്തവരല്ലേ, ജനാധിപത്യം കശാപ്പ് ചെയ്തവരാണ് ലീഗുകാർ. അവിടെ ദാർഢ്യവും അഹങ്കാരവും മണിപ്പവറും മസിപ്പവറും മാൻ പവറും ഉണ്ട് എന്നുള്ള തോന്നലോടുകൂടി ആരോട് എന്തും ചെയ്യാനുള്ള അഹങ്കാരം,
അതല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്ത് ഉമ്മൻചാണ്ടി ഇരിക്കെ മുഖ്യമന്ത്രിയോട് ആലോചിക്കാതെ അവരുടെ മന്ത്രിമാരെ പ്രഖ്യാപിക്കുകയും വകുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്ത 5ാം മന്ത്രിയും കൂടെ എടുത്ത കേരളത്തിൽ ഇന്ത്യയിൽ അങ്ങനെ ഒരു ചരിത്രമുണ്ടോ ജനാധിപത്യത്തിൽ? ആ ചെയ്ത ആളുകളാണ്. ഇവിടെ മതേതരത്വം പറയും, അവരെല്ലാം നീതി ന്യായം വിട്ടൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. അവരുടെ കാര്യം വരുമ്പോൾ അവരിൽ ആരാണ്? ലീഗിൽ തന്നെ സമ്പന്നർക്കല്ലേ മാർഗമുള്ളൂ. നിങ്ങളെടുത്ത് നോക്ക്, ആ ലീഗിന് ആർക്ക് മലപ്പുറത്ത് എത്ര കോളേജുണ്ട്? 17 കോളേജുള്ള ആർട്സ് ആൻഡ് സയൻസ് ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾക്ക് കേരളത്തിൽ മൊത്തം അത്രയേ ഉള്ളൂ. ഈ 17 എണ്ണം എടുക്കുമ്പോഴും നിങ്ങളൊന്ന് ആലോചിക്കണം, അത് മുസ്ലിം സമുദായത്തിലെ സമ്പന്നരുടെ ട്രസ്റ്റുകൾക്കാണ് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ പാവങ്ങൾ അല്ലെങ്കിൽ അവരുടേതായ സമുദായത്തിൻ്റെ ആളുകൾക്കല്ല. അപ്പം ഈ ലീഗ് എന്ന് പറഞ്ഞാൽ അത് മലപ്പുറം പാർട്ടിയാണ്. ആ മലപ്പുറം പാർട്ടി മലപ്പുറത്തേക്ക് എല്ലാം ഊറ്റിയെടുക്കുക, അവരുടെ സമ്പന്നരെ സഹായിക്കുകയും ചെയ്യുക ഒരു ശൈലി. ഇപ്പം തന്നെ തെരഞ്ഞെടുപ്പ് അവരെല്ലാം ജയിച്ചു മലപ്പുറത്ത്. അപ്പോൾ മനസ്സിലായില്ലേ, ഈ മലപ്പുറം പാർട്ടിയാണ് ലീഗ് എന്നുള്ളത് വളരെ വ്യക്തമല്ലേ?